നമസ്കാരം. പതി എന്ന സ്ഥാനം വരുന്നത് എന്താണ്? ഞങ്ങളുടെ കുടുംബത്തിൽ പതിയെ വെച്ച് ആരാധിക്കുന്നുണ്ട്, അതിനി എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചിലർ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ പതി? നമ്മുടെ മലയാള ഭാഷയിൽ പതി എന്ന് പറഞ്ഞാൽ നാഥൻ എന്നാണ്. പതിയും പത്നിയും, പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ, പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്. അപ്പൊ പതി എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം നാഥൻ എന്നാണ്. അപ്പൊ ഇവിടെ കുടുംബങ്ങളിൽ ആരാധിക്കപ്പെടുന്ന പതി എന്താണ്? അതൊരിക്കലും ഭർത്താവ് എന്നുള്ള ആശയമൊന്നുമല്ല, കാരണവർ എന്നുള്ള ആശയം തന്നെയാണ്. ഒരു കുടുംബത്തിൽ കാലങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ കാരണവന്മാരെ ചിലയിടങ്ങളിൽ വച്ച് ആരാധിക്കുന്ന പതിവ് ഉണ്ട്. അങ്ങനെയുള്ള കാരണവന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് പതി. പിന്നീട് കാലാന്തരത്തിൽ അതിൻ്റെ അർത്ഥത്തിന് പോലും മാറ്റം വന്നിട്ട് ഈ കാരണവന്മാർ ഉപാസിച്ചിരുന്ന ചില മൂർത്തികൾ പതി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അത് പലപ്പോഴും വിചിത്രമായ മൂർത്തി സങ്കല്പങ്ങളൊക്കെ ആയിട്ട് മാറാനും തുടങ്ങി. ആരംഭത്തിൽ എന്താണോ വെച്ച് ആചരിച്ചിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല പേരുകളിൽ, പല ഭാവങ്ങളിൽ ഈ പതി സങ്കേതങ്ങൾ അറിയപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് വന്നു. ചുരുക്കത്തിൽ ഇത് എന്താണെന്ന് അവർക്ക് പോലും അറിയാത്ത ഒരു അവസ്ഥ ചിലയിടങ്ങളിൽ കാണാറുണ്ട്. ചുരുക്കം ഇത്രേ അറിയേണ്ടതുള്ളൂ. കാരണവന്മാരെയോ അഥവാ കാരണവന്മാർ പണ്ട് ആരാധിച്ചിരുന്ന ചില പ്രത്യേക മൂർത്തി ഭാവങ്ങളെയോ പതി എന്നുള്ള സങ്കല്പത്തിൽ കുടുംബത്തിൽ, കുടുംബക്കാവുകളിൽ സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ ഭഗവതിയും യക്ഷി സങ്കല്പവും, ചിലയിടങ്ങളിൽ ഗന്ധർവ സങ്കല്പവും നാഗങ്ങളും ഒക്കെ ആയിട്ടൊരു കാവ് ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ പതി എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ സംരക്ഷിച്ച് അവിടെ ഒരു ക്രമമനുസരിച്ച് ചെയ്തു പോന്നിരുന്ന ആചാരം എന്താണോ അങ്ങനെ തുടരുക, അതാണ് വേണ്ടത്. ഏതെങ്കിലും രീതിയിലുള്ള ചിന്താക്കുഴപ്പം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൃത്യമായി ഒരു താമ്പൂല രാശി വിചിന്തനം ചെയ്ത് ഉചിതമായ വസ്തുതകൾ അറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോവുക.